ഹലോ, എൻ്റെ പേര് ഫേബ. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ കുഫ്സ്റ്റൈൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നത് ജൂൺ 11-ാം തീയതിയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് നാട്ടിൽ തിരുവല്ലയിലെ ബിൽഡിങ്സ് അക്കാഡമിയിലാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അവിടെ തന്നെയാണ് എനിക്ക് എക്സാം ഡേറ്റൊക്കെ എടുത്ത് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമൊക്കെ എഴുതി. അതുപോലെ തന്നെ സ്പീക്കിങ്ങും റീഡിങ്, ലിസണിങ് ഇത് മൂന്നും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഷ്രൈബൻ B2 ഷ്രൈബൻ ഞാൻ B2 ആണ് എഴുതിയത്. അപ്പോൾ B2 ഷ്രൈബൻ ഞാൻ കുറേ പ്രാവശ്യം എഴുതി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് 47 മാർക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തത് നമ്മുടെ ബിൽഡിങ്സ് അക്കാഡമിയിലെ ദീപ മാമാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ജർമ്മനിയിൽ നമുക്ക് ഹാംബുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡോ കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവിടെ അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ഡെമീർ എന്ന് പറയുന്ന ഒരു സാറാണ്, ജർമ്മൻ നേറ്റീവാണ്. അപ്പോൾ ആ സാറ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ വളരെ സ്മൂത്തായിരുന്നു. ഇൻ്റർവ്യൂക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ രണ്ട് ഇൻ്റർവ്യൂ അവിടെ നിന്ന് തന്നെ ഞാൻ പാസ്സായി. പിന്നെ അടുത്ത ഒരു ഇൻ്റർവ്യൂ വെച്ചു. അപ്പം ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റായെന്ന് പറഞ്ഞു. അപ്പോൾ സെലക്റ്റായതിന് ശേഷം എന്നോട് പറഞ്ഞു അത് ഓസ്ട്രിയയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. പിന്നെ ഓസ്ട്രിയയ്ക്ക് വിസ പ്രോസസ്സിങ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ ചോദിച്ചു. ജർമ്മനും ഓസ്ട്രിയയും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാമോ ചോദിച്ചപ്പം ഓസ്ട്രിയയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓസ്ട്രിയയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിസ പ്രോസസ്സിങ് ഓസ്ട്രിയയ്ക്കായിട്ട് മാറ്റാൻ പറഞ്ഞു. അപ്പം ഞാൻ ജർമ്മൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ B2 ഷ്രൈബൻ എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ B2 ഷ്രൈബൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ B2 ഷ്രൈബൻ ഞാൻ കണ്ടിന്യൂസ് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മന്ത്സ് 3 മന്ത്സൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ B2 ഷ്രൈബനൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മൾ B2 ഷ്രൈബൻ ഇപ്പോൾ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ 3-4 മാസം കഴിഞ്ഞ് B2 ഷ്രൈബൻ എഴുതാൻ നിൽക്കരുത്. B2 അല്ല, ഇപ്പോൾ B1 ആയിരുന്നാൽ ഏത് ലെവലാണോ നിങ്ങൾ എഴുതുന്നത് ആ ലെവൽ. A1 A2 ഒക്കെ കുറച്ച് ഈസിയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ B1 B2 വരുമ്പം ഒരുപാട് ഗ്യാപ്പ് കൊടുത്തിട്ട് എക്സാം ഡേറ്റ് എടുത്ത് ഷ്രൈബൻ എഴുതാൻ നിൽക്കരുത്. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ B2 ഷ്രൈബൻ എഴുതുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് വിട്ടു. പിന്നെയും ഷ്രൈബൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴാണ് എനിക്ക് പഠിക്കാനുള്ള ഒരു മൂഡ് വരുന്നത്. അപ്പോഴാണ് ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എക്സാം പ്രിപ്പറേഷനൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് വൊക്കാബുലറി അറിയായിരുന്നു. അതുപോലെ തന്നെ വൊക്കാബുലറി അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യനൊക്കെ വായിച്ചാൽ കുറച്ച് ഏകദേശമൊക്കെ മനസ്സിലാവുമായിരുന്നു. പിന്നെ എൻ്റെ ഓൺ വേർഡ്സിലായിരുന്നു ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ എഴുതിയിട്ട് ഒന്നും ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഡേറ്റും എടുത്ത് എഴുതുന്നില്ലായിരുന്നു. അപ്പോൾ പാസ്സാകാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്താ ഞാൻ പാസ്സാകാത്തത്, എന്തോ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതുപോലെ തന്നെ വീണ്ടും ഇൻ്റർവ്യൂ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ അതുപോലെ പാസ്സായി. അപ്പോൾ ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു. പിന്നെ ഞാൻ B2 ഷ്രൈബൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു, ഓൺലൈനിലും കുറച്ച് ഓഫ്ലൈനുമായിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലാംഗ്വേജിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാം ഒന്ന് ഓർത്തെടുക്കാനും എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ വൊക്കാബുലറി പഠിച്ചുകൊണ്ടോ എനിക്ക് കണ്ടൻറ് ഉണ്ടായിരുന്നു, വൊക്കാബുലറി ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഫെയിലാവുന്നു എന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എവിടെയാണ് ഫെയിലാകുന്നതെന്ന്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഞാനൊരു എക്സാം പ്രിപ്പറേഷൻ
എടുത്ത സമയത്ത് എനിക്കതിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്വയം ഞാൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉംബെൽറ്റ് ഫ്രോൺലിഷെ ഫെർക്കർ എന്ന് പറയുന്ന ഒരു ഷൈബൻ്റെ ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്ക് ഞാൻ ഇന്ന് എഴുതുന്ന കണ്ടൻ്റ് ആയിരിക്കത്തില്ല നാളെ എനിക്ക് ആ ടോപ്പിക്ക് കിട്ടുമ്പം ഞാൻ എഴുതുന്നത്. ഏകദേശമൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ സെൻറ്റൻസ് വൈസൊക്കെ മാറ്റമായിരിക്കും, വ്യത്യാസമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ B2 ഷൈബൻ എക്സാമൊക്കെ എഴുതാൻ പോയ സമയത്തൊക്കെ ഞാൻ കൂടുതലും കേരളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ എഴുതാൻ പോയ സമയത്തൊക്കെ ഞാൻ അന്നേരം ക്വസ്റ്റ്യൻ കാണുന്നു, അന്നേരം വായിച്ച് മനസ്സിലാക്കുന്നു, അന്നേരം എന്താണോ എനിക്ക് മനസ്സിലാകുന്നത്, അന്നേരം എൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ഓർമ്മ വരുന്നത്, അതൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതുമായിരുന്നു. ഞാൻ അതുപോലെ തന്നെ നമുക്കൊരു റഫ് പേപ്പർ അവിടെ തരുമല്ലോ, അതൊന്നും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഇല്ലാതെ സെൻറ്റൻസ് ആ ഒരു ഓർഡർ അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എഴുതി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ റഫ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഈ ഫെയർ പേപ്പറിലായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ എഴുതി വെച്ച് കൊടുത്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ എക്സാം എഴുതി അങ്ങ് കൊടുത്തു. പക്ഷേ ഈ 47 മാർക്ക് വരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ഒരു 60 മാർക്ക് കിട്ടി എനിക്ക് ജയിക്കാനുള്ള മാർക്ക് പോലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ട്രൈബലിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തോ എവിടെയോ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. വൊക്കാബുലറിയും ഉണ്ട്, അതുപോലെ തന്നെ പോയിൻ്റ് വൈസും അത്യാവശ്യം ഓക്കെയാണ്. ചില സമയത്തൊക്കെ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ തെറ്റുമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക അപ്പോൾ കാര്യമായിട്ടുള്ള എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ജർമ്മനിയിലെ എംപ്ലോയറായിരിക്കുന്ന ഡെമീർ സാറ്, അതുപോലെ തന്നെ ഓസ്ട്രിയയിലെ ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വരാനുള്ള ഇവിടുത്തെ സ്ഥാപനത്തിലെ ഗവൺമെൻറ്റിലെ കുറേ ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വിസ പ്രോസസ്സിങ് എവിടം വരെ എത്തി എന്നൊക്കെ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റേതായ അപ്ഡേറ്റ്സൊക്കെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. ഞങ്ങളുടെ എംപ്ലോയറായിരുന്ന ഡെമീർ സാറിനോട് ചോദിച്ചു, എനിക്ക് എനിക്ക് B2 ഷൈബൻ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് 4 മൊഡ്യൂള് B2ന് വേണമല്ലോ, അങ്ങോട്ട് വരണമെങ്കിൽ. അപ്പോൾ 4 മൊഡ്യൂള് കമ്പൾസറി ആണ് നമുക്ക് ഓസ്ട്രിയയിൽ ജോലി ചെയ്യണമെങ്കിൽ. അത് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിങ്ങനെ ചോദിച്ചപ്പം ഗൂഗിൾ മീറ്റിൽ തന്നെ ഇവിടെയുള്ള ഗവൺമെൻറ്റിലെ കുറച്ച് അംഗങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് അപ്പോഴേ തന്നെ മറുപടി തന്നു, B2 ഷൈബൻ ഓക്കെ കിട്ടുന്നില്ലെങ്കിൽ ഒരു B1 ഡേറ്റ് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു, എഴുതി നോക്കാൻ പറഞ്ഞു. അതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, എനിക്ക് സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ ഉടനെ B1 എക്സാം ഡേറ്റ് എടുത്തു. അപ്പോൾ ഇതിന് മുൻപേ ഓൾറെഡി ഞാൻ വീണ്ടും ഒരു B2 ഷൈബൻ ട്രിവാൻഡ്രത്ത് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അത് എഴുതാനും വേണ്ടിയുള്ള ഒരു തിരക്കിലായിരുന്നു, ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഗൂഗിൾ മീറ്റ് വന്നത്. അപ്പം ഗൂഗിൾ മീറ്റിൽ വീണ്ടും ഇങ്ങനെ B2 കിട്ടുന്നില്ല, വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു B1 എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും B1 എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂരാണ് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ബാംഗ്ലൂരായിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഷൈബൻ ബാംഗ്ലൂർ എഴുതിയാൽ കിട്ടുമെന്നും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഷൈബൻ ബാംഗ്ലൂർ എഴുതിയാൽ കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതാണ് അന്നേരം കിട്ടിയ ഡേറ്റ് B1. അപ്പോൾ അടുത്തുമാണല്ലോ. അങ്ങനെ ഞാൻ പോയി എന്ത് ചെയ്തു, അതിന് ഡേറ്റ് എടുത്തു. അപ്പം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഞങ്ങളുടെ ദീപമാൻ പറഞ്ഞു, ഫേബ ഒരു കാര്യം ചെയ്യും, B2ൻ്റെ ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടെന്ന് അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, B2ൻ്റെ ഒരു ടോപ്പിക്ക് എഴുതി എറണാകുളത്ത് നമുക്കൊരു സാറുണ്ട്, രാജ്മണി സാറെന്നാണ് പേര്.
സാറിനൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ അത് വായിച്ചിട്ട് മിസ്റ്റേക്സ് എന്താണെന്ന്, ഫേബയുടെ എന്താണ് മിസ്റ്റേക്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ഫോളോ ചെയ്ത് അയച്ചു കൊടുത്തപ്പം സാറ് ഓക്കെ പറഞ്ഞു. പക്ഷേ പോയിൻ്റ് വൈസിൽ കുറച്ച് സ്ട്രക്ചറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മാം തന്നെ അപ്പം ഞാൻ മാമിനോട് ചോദിച്ചു, മാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ടോപ്പിക്സ് അയച്ചു തന്നാൽ എനിക്ക് കറക്ഷൻ സാറിൻ്റെ നിന്ന് മേടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മാം ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ പെട്ടെന്ന് തന്നെ മാം അതിനുള്ള മറുപടി തന്നു. മാം പറഞ്ഞു, ഫേബ ഒരു കാര്യം ചെയ്യണം, ഒരു 10 days എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സാറ് പറഞ്ഞു, രാജ്മണി സാർ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതായത് നമ്മുടെ എറണാകുളം ബിൽഡിങ്സ് അക്കാഡമിയിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, പെട്ടെന്ന് തന്നെ ഉടനെ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു 10 days എക്സാം പ്രിപ്പറേഷന് വേണ്ടി എറണാകുളത്തെ ബിൽഡിങ്സ് അക്കാഡമിയിൽ പോയി. അപ്പോൾ അവിടെ തന്നെ അക്കാഡമിയുടെ പുറകിലായിട്ട് തന്നെ നമുക്ക് ഹോസ്റ്റലൊക്കെ ഉണ്ട്. ഹോസ്റ്റലൊക്കെ പറഞ്ഞു തന്നു, അറേഞ്ച് ചെയ്യുന്നു. അതിനൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് ശ്രീജിത്ത് സാറ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്താണ് എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഹോസ്റ്റലിൽ പോയി. പിന്നെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ രാജ്മണി സാറിനെ മീറ്റ് ചെയ്തു ഫസ്റ്റ് ഡേ. അപ്പോൾ സാർ എനിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരു ശ്രൈബൻ എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പോയിൻ്റ്, ഏതൊക്കെ രീതിയിൽ കൂടി നമുക്ക് ആലോചിച്ചെടുക്കാം എന്ന് സാറ് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്തു. പിന്നീട് ഞാൻ ട്രൈബൻ എഴുതിയപ്പോൾ പിന്നെ എനിക്ക് സാറ് അത് കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ട്യൂട്ടറിനെയും കൂടെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അതും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി. പിന്നെ ട്യൂട്ടറായിട്ട് അടുത്ത കുറച്ച് നേരം കുറേ ടോക്ക് ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തു, ഷ്രൈബിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ആ ട്യൂട്ടർ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു എഴുതാൻ പറഞ്ഞപ്പം ഓരോ ടോപ്പിക് എടുത്ത് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ B2 ലെവലിലെ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് എഴുതി കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കത് കറക്ഷൻ തന്നു. കറക്ഷൻ വലിയ കറക്ഷൻ അല്ല, അത്യാവശ്യം നമ്മൾ ഫെയിലാകാനുള്ള രീതിയിൽ കറക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ കോമയും കുത്തും, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, കുത്ത് ഫുൾ സ്റ്റോപ്പ് അത്ര ഇതില്ലായിരുന്നു. കോമയും ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്ററും, അതായത് നൗണുകൾക്കെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ അഡ്ജക്റ്റീവിന് സ്മോൾ ലെറ്റർ. ഇതെനിക്ക് രാജ്മണി സാറാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ എനിക്ക് അറേഞ്ച് ചെയ്ത ട്യൂട്ടറായിട്ട് കുറച്ച് ദിവസം ഷ്രൈബനൊക്കെ എഴുതി കൊടുത്തു. അപ്പം ഞാൻ ഷ്രൈബൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നമുക്കിപ്പം B2 ഷ്രൈബൻ എഴുതാൻ 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. അപ്പം ആ ടൈമിൽ എനിക്ക് എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു സമാധാനമായിട്ട് എഴുതിയാൽ മതി, ടൈം എടുത്ത് എഴുതിയാൽ മതി, കുഴപ്പമില്ല, ശ്രദ്ധിച്ച് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ തന്നെ സമാധാനമായിട്ട് ശ്രദ്ധിച്ചെഴുതി അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് കറക്ഷനൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോയിൻറ്റ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെയും വീണ്ടും രാജ്മണി സാറിനെ സെപ്പറേറ്റ് കണ്ടു. രാജ്മണി സാറിന് ഞാൻ എഴുതുന്നത് കാണിച്ച് കറക്ഷൻ മേടിക്കുകയായിരുന്നു. അപ്പോൾ സാറ് വീണ്ടും എനിക്ക് കുറച്ചുകൂടെ ക്ലിയറാക്കി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ സാർ എനിക്കത് കറക്ഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എവിടെയാണ് എൻ്റെ മിസ്റ്റേക്സ് വരുന്നതെന്ന്. അങ്ങനെ ഞാൻ 2 ദിവസം അവിടെ ക്ലാസ്സിന് എക്സാം പ്രിപ്പറേഷന് പോയി. 3-ാമത്തെ ദിവസമായപ്പം ഞാൻ കാണുന്നത് എന്നോട് അവിടെയുള്ള ഡയറക്ടറായിരിക്കുന്ന വേറൊരു സാറുണ്ട്. ആ സാറ് എന്നോട് വന്ന് പറഞ്ഞു, B2 എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഡെമീർ സാറ് ക്ലാസ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജർമ്മനിയിലെ എംപ്ലോയർ ആയിരിക്കുന്ന ഡെമീർ സാറ് ക്ലാസ് എടുക്കാൻ വരും, അപ്പോൾ ആ ക്ലാസ്സിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി അത് കേട്ടപ്പോൾ. കാരണം ഒട്ടും പ്രതീക്ഷയില്ല. നമ്മുടെ ജർമ്മനിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന എംപ്ലോയറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിന്
അവിടെ വന്നു അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഡെമീർ സാറ് വന്നു ക്ലാസ്സിൽ ഓരോരുത്തരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പലതും വായിപ്പിക്കുന്നു, അർത്ഥങ്ങൾ പറയാൻ ശ്രമിപ്പിക്കുന്നു. അങ്ങനെ നല്ലൊരു അവസാനം എന്നെ പൊക്കി, എൻ്റെ പേര് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻഷുൾഡിങ്ങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫേബയാണ്. അങ്ങനെ സാറിന് കാര്യം മനസ്സിലായി. അപ്പോൾ സാറ് ചോദിച്ചു ഓസ്ട്രിയയിൽ വിസ പ്രോസസ്സിങ് ചെയ്ത നേഴ്സിലെ ഫേബയാണോ എന്ന് ചോദിച്ചു, നേഴ്സുമാരിലെ ഫേബയാണോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ തന്നെ സാറ് എനിക്ക് കുറേ എന്നെ കൊണ്ട് വായിപ്പിച്ചു. ആ ഹോൾ ക്ലാസ്സിൽ മുൻപിൽ എന്നെ കുറേ വായിപ്പിച്ചു, മീനിങ്സ് പറയാനൊക്കെ പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ലാംഗ്വേജ് എങ്ങനെ എഴുതേണ്ടേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെ കുറിച്ചോ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ മീറ്റ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളോട് സംസാരിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിന് കുറച്ച് കഴിഞ്ഞപ്പം സാർ എന്നെ വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു. ഡെമീർ സാറിനെ ഓഫീസിലേക്ക് വിളിച്ചു. സാറിൻ്റെ അടുത്ത് പോയി ഞാൻ എഴുതിയത് സാറിനെ കാണിച്ചു. B2 ഷൈബൻ സാറിനെ കാണിച്ചു. സാറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ സാറ് എനിക്ക് ലൈവായിട്ട് തന്നെ അവിടെ ഇരുന്ന് ഓഫീസിലിരുന്ന് എൻ്റെ ഷൈബനൊക്കെ വായിച്ചു. എനിക്ക് അത് പറഞ്ഞു തന്നു, എങ്ങനെയാണ് അത് എഴുതേണ്ടത്, എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നതെന്ന് എനിക്ക് സാറ് വളരെ വ്യക്തമാക്കി തന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ, കാരണം ഒരു ജർമ്മൻ നേറ്റീവ് അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി, കുറച്ചുകൂടെ ഞാൻ ഹാപ്പിയായി, കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടി. അങ്ങനെ സാറ് വളരെ ക്ലിയറായിട്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം സാർ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ അത് കൂടാതെ തന്നെ B1-ൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ കാണിക്കായിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു B1 ഡേറ്റ് എടുത്ത് എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു B1 ഡേറ്റ് എടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് ആണ് B1 എക്സാം, ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പാസ്സായാലും കുഴപ്പമില്ല, B1 ഷൈബൻ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, B2 ഷൈബൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ B1-ൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസൊക്കെ നെറ്റിന് സെർച്ച് ചെയ്തെടുത്തിട്ട് ഞാനത് എഴുതാൻ തുടങ്ങി. എഴുതിയിട്ട് നെക്സ്റ്റ് ഡേ സാർ എന്നോട് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ സാർ വീണ്ടും എന്നോട് വരാൻ പറഞ്ഞു, നാളെ വന്ന് എന്നെ മീറ്റ് ചെയ്യണം, കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ വീണ്ടും എക്സാം പ്രിപ്പറേഷന് പോയപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും സാർ എനിക്ക് അടുത്ത ദിവസം എനിക്ക് കറക്ഷൻ തന്നു. അതും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. വീണ്ടും എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, നമുക്ക് നോർമലി അറിയാതെ നമ്മളറിയാതെ തെറ്റിപ്പോകുന്ന കുറച്ച് മിസ്റ്റേക്സൊക്കെ എനിക്ക് വീണ്ടും പറഞ്ഞു തന്നു. എൻ്റെ ഒരു ഭാഗ്യത്തിനായിരുന്നു ആ ഒരു സമയത്ത് സാറ് നാട്ടിൽ എറണാകുളം അക്കാഡമിയിൽ വന്നത്. സാർ വന്നതിൻ്റെ കാരണം അവിടെ സൺഡേ ഒരു ലൈവ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ലൈവ് ജർമ്മൻ നേറ്റീവ്സായിട്ടുള്ള ഇൻ്റർവ്യൂ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി സാറ് നമ്മുടെ അക്കാഡമിയിൽ എറണാകുളത്ത് വന്നതായിരുന്നു. അങ്ങനെയാണ് സാറ് 2-3 ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് എനിക്ക് സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നെക്സ്റ്റ് ഡേ 2 ഡേയ്സ് സാറിനോട് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ്സൊക്കെ സാറും എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് 3rd ഡേ സാറ് പോവുമായിരുന്നു. 2 ഡേയ്സ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു സാറിനെ കണ്ടതിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ എക്സാം ഡേറ്റ് അടുത്തു, B1-ൻ്റെ എക്സാം ഡേറ്റ് എടുത്തു. ഞാനപ്പം ഞാൻ B2 ഷൈബൻ എക്സാം പ്രിപ്പറേഷനാണ് അവിടെ പോയത്. എക്സാം ഡേറ്റ് എടുത്തെന്ന് പറഞ്ഞപ്പം B1 എക്സാം ഡേറ്റ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു എന്നാൽ അത് പാസ്സാവുകയാണെങ്കിൽ B1 ഷൈബൻ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ക്വസ്റ്റ്യൻസ് പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം B1 ഷൈബൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ചെയ്ത സമയത്ത് രാജ്മൺ സാർ എനിക്ക് കറക്ഷൻ തന്നു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് സാറ് പറഞ്ഞത് സ്ട്രക്ചർ വൈസ് കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രമാറ്റിക്കലി കുറച്ച് മിസ്റ്റേക്സ് നമ്മളെ അറിയാതെ പറ്റിപ്പോകുന്നതാണ് ആ മിസ്റ്റേക്സ്, അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പിന്നെ പാരഗ്രാഫ് വൈസ് എഴുതണം,
ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കണം. അതുപോലെ തന്നെ കണ്ടൻസിൽ ചില സ്ഥലത്ത് കണ്ടൻസൊക്കെ മാറിപ്പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഞാൻ ഹോസ്റ്റലിലിരുന്ന് ഞാൻ സെൽഫായിട്ട് കുറച്ച് പുതിയ വാക്കുകളും കൂടെ പഠിക്കുകയായിരുന്നു. വൊക്കാബുലറി ഡെയിലി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നിയ കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബുക്കിൽ എഴുതി അത് ഞാൻ എക്സാം വരെയും ഡെയിലി പഠിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി ബാംഗ്ലൂർ. എക്സാം 1 hour ആയിരുന്നു ഷൈബൻ്റെ എക്സാം. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 80 വേർഡ്സിലാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും 80 വേർഡ്സിലാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും 40 വേർഡ്സിലാണ് എഴുതേണ്ടത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഇൻഫോർമൽ ലെറ്ററാണ് എഴുതേണ്ടത് ഒരു ഫ്രണ്ടിന് 80 വേർഡ്സിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായം, നമ്മളെ മൈനുങ് ആണ് അതിൽ എഴുതേണ്ടത്. ഓൾറെഡി അതിലൊരു ചെറിയ മൈനുങ്, ഒരാൾ പറഞ്ഞ മൈനുങ് ഉണ്ടായിരിക്കും ആ ടോപ്പിക്കിനെ കുറിച്ച്. അതല്ലാതെ നമ്മുടെ മൈനുങ് ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ വേണ്ടി അതും 80 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും എഴുതി. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഫോർമൽ ലെറ്ററാണ്, 40 വേർഡ്സിൽ എഴുതേണ്ട ഫോർമൽ ലെറ്ററാണ്. അപ്പം ഈ 80 വേർഡ്സ് എഴുതേണ്ട ആദ്യത്തെ 2 ക്വസ്റ്റ്യനിലും ഞാൻ എഴുതിയ വാക്കുകളെന്ന് പറയുന്നത് എത്ര വേർഡ്സ് ആണെന്ന് ചോദിച്ചാൽ ഒരു 100 വേർഡ്സ് വരെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് 80 വേർഡ്സിലല്ല എഴുതിയത്, 100 വേർഡ്സ് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40 വേർഡ്സിലായിരുന്നു എഴുതേണ്ടത്. അത് ഞാനൊരു 65 അതിൻ്റെ അകത്ത് വരുന്ന വേർഡ്സാണ് എഴുതിയത്. കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ്. കാരണം എനിക്ക് സെൽഫ് കറക്ഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും ഷൈബൻ എഴുതിയിട്ട് B2 ഷൈബനായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഇതുവരെയും ഞാൻ എക്സാമിൽ ചെയ്യാത്ത ഒരു പുതിയ കാര്യമാണ് ഞാൻ B1 എക്സാം ആദ്യമായിട്ട് ഞാൻ ഷൈബൻ എഴുതാൻ പോയപ്പോൾ ചെയ്തത്. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന 10 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സെൽഫ് കറക്ഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറക്ഷൻ ചെയ്ത സമയത്ത് എനിക്കതിൽ കുറേ മിസ്റ്റേക്സ് എനിക്ക് വായിച്ചു നോക്കിയപ്പം മനസ്സിലായി. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തു. പക്ഷേ അത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഫെയിലായി പോകുമായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തു. അത് പറഞ്ഞത് എനിക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു ട്യൂട്ടറിനെ തന്നിട്ടുണ്ടായിരുന്നു, രാജ്മണി സാറ്. ഒരു ട്യൂട്ടറിനെയും കൂടെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ട്യൂട്ടറാണ് എന്നോട് പറഞ്ഞത് എപ്പോഴും ഷൈബൻ എഴുതിയ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് സെൽഫ് കറക്ഷന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സാമിൽ പോയപ്പോൾ അത് ഞാൻ പ്രാക്ടിക്കലാക്കി. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ വൊക്കാബുലറി പഠിച്ചിട്ടുണ്ട്. എത്ര വൊക്കാബുലറി ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ വൊക്കാബുലറി പഠിക്കുന്നത് കൊണ്ട് എക്സാമിൽ എനിക്കിതിൽ ഏതെങ്കിലും ഒരു വൊക്കാബുലറിയെങ്കിലും വരുമെന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് സെലക്റ്റീവായിട്ടുള്ള വൊക്കാബുലറിയാണ് ഞാൻ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ വൊക്കാബുലറിയും കൂടെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈനുങ് ആയിരുന്നു. മൈനുങ് ക്വസ്റ്റ്യൻ വായിച്ചപ്പം അതിലൊരു വൊക്കാബുലറി ഞാൻ പഠിച്ച വൊക്കാബുലറിയിലെ ഒരു വൊക്കാബുലറി ആയിരുന്നു. അതായത് ഫെറൻറ്റ് വാർട്ടുങ് എന്ന് പറയുന്ന ഒരു വൊക്കാബുലറി. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അപ്പോൾ ആ ഒരു വൊക്കാബുലറി ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ എഴുതുന്ന മൈനുങ് വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകുമായിരുന്നു. ഔട്ട് ഓഫ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ വൊക്കാബുലറി പഠിച്ചതിൽ എനിക്ക് ഒരുപാട് യൂസായി. എക്സാമിൽ എനിക്ക് വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഫിനിഷ് ചെയ്യാൻ, എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ വൊക്കാബുലറി പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് യൂസ് ആകാതെ പോകത്തില്ല. എക്സാമിന് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും എക്സാം. നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും വൊക്കാബുലറി നമുക്കറിയാമെങ്കിൽ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ട്യൂട്ടർ പറഞ്ഞ അഡ്വൈസ് പ്രകാരം ഞാൻ ലാസ്റ്റ് 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓരോന്നും 10 മിനിറ്റ്സെങ്കിലും വയ്ക്കണം. കാരണം നമുക്ക് അത്രയും 3 ക്വസ്റ്റ്യൻ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വാക്കുകൾ, ഇത്രയും സെൻറ്റൻസുകൾ നമുക്ക് വായിക്കാനുണ്ട്. 10 മിനിറ്റ്സ് നമ്മൾ എന്തായിരുന്നാലും മാറ്റി വെച്ചേക്കുക. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ 1 ഹവറിനുള്ളിൽ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാനെല്ലാം പെട്ടെന്ന് അങ്ങ് എഴുതുമായിരുന്നു. കാരണം
എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റ് കുറേ ദിവസം എക്സാം പ്രിപ്പറേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത ആ ദിവസങ്ങളിൽ ഡെയിലി ഞാൻ എഴുതി കറക്ഷൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഡെയിലി ഞാൻ കുറേ എഴുതുമായിരുന്നു. അതാണ് നമ്മൾ ഈ ഷ്രൈബലിൽ ഒരു വിജയം എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ എഴുതുക, എന്നാലേ നമുക്ക് എക്സാമിന് പോകുമ്പോൾ ആ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഇതിനു വേണ്ടി യൂസ് ചെയ്തു. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് വന്നു. അപ്പം മൈനുങ് എഴുതിയ ക്വസ്റ്റ്യനിൽ എനിക്കിപ്പോൾ അതാണ് ഓർമ്മയുള്ളത്. ആ ഒരു മിസ്റ്റേക്കാണ്. കാരണം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ A1 പഠിക്കുന്ന ഒരു ഗ്രമാറ്റിക്കാണ്. ഒരിക്കലും അത് ആരും ഏത് ഉറക്കത്തിന് എഴുന്നേറ്റ് ചോദിച്ചാലും ആ ഒരു കണക്ഷൻ വേർഡ് ഇട്ട് കഴിഞ്ഞാൽ വെർബിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എനിക്ക് പക്ഷേ അത് എഴുതിയ ആ ഒരു ടെൻഷനിൽ സ്പീഡിൽ എഴുതിപ്പോയപ്പോൾ വയലെന്ന് പറയുന്ന ഇത് ഞാൻ കണക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വയൽ എഴുതി കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്തു, വെർബ് എഴുതി വെച്ചു. പക്ഷേ ആക്ച്വലി എന്താണ്, വയൽ എഴുതി കഴിഞ്ഞാൽ വെർബിൻ്റെ പൊസിഷൻ അമ്മൻ്റെയിലാണ്, സെൻറ്റൻസിൻ്റെ അമ്മൻ്റെയിലാണ്. പക്ഷേ ഞാൻ എഴുതിയ സ്പീഡിൽ എൻ്റെ ടെൻഷനിൽ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്ന ചിന്തയിലിരിക്കുന്നതുകൊണ്ട് അതെല്ലാം അവിടെ തന്നെ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കട്ട് ചെയ്തു. ഒരു ലൈറ്റായിട്ടാണ് ഞാനൊന്ന് സ്ട്രൈക്ക് ചെയ്തത് ആ വെർബ് അവിടെ. എന്നിട്ട് ഞാൻ ആ സെൻറ്റൻസിൻ്റെ അമ്മൻ്റെയിൽ ആഡ് ചെയ്ത് എഴുതി. അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തേ പറ്റുള്ളൂ, സ്ട്രൈക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേന വെച്ച് വളരെ ഡാർക്കാക്കി ഒന്നും ചെയ്യാതെ ലൈറ്റായിട്ട് ചെറിയൊരു സ്ട്രൈക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്തു. എന്നിട്ട് അത് ആ സെൻറ്റൻസിനെ ക്ലിയർ ചെയ്തു. പിന്നെയും വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോമയൊക്കെ ഇടാനും അതുപോലെ തന്നെ ചില വാക്കുകളിൽ ചില അഡ്ജക്റ്റീവിൽ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് സ്മോൾ ലെറ്ററാക്കി. കട്ട് ചെയ്ത സമയത്ത് ആ ഒരൊറ്റ ലെറ്റർ മാത്രമല്ല കട്ട് ചെയ്തത്, ആ അഡ്ജക്റ്റീവ് ആ വാക്ക് ഫുൾ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ലൈനിൻ്റെ അകത്ത് വെച്ച് തന്നെ മുകളിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതി, ആ അഡ്ജക്റ്റീവ് കറക്റ്റായിട്ട്. അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വായിച്ച് നോക്കിയപ്പോൾ കുറേ മിസ്റ്റേക്സ് എനിക്ക് മാറ്റാൻ പറ്റി, കറക്റ്റ് ചെയ്യാൻ പറ്റി ആ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ. ചിലപ്പോൾ ഞാൻ ആ ഒരു 10 മിനിറ്റ്സ് യൂസ് ചെയ്യാതെ ഞാൻ പേപ്പർ ഒരു പക്ഷേ എഴുതി വീണ്ടും കുറേ കൂടെ എഴുതി സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് പാസ്സാവണമെന്നില്ല, എനിക്ക് അത്രയും മാർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഞാൻ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്നു. വീട്ടിലെത്തി എനിക്കൊരു മെയിൽ വന്നു, സക്സസ്ഫുൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് മാർക്ക് നോക്കാനുള്ള ഒരു വെപ്രാളമായിരുന്നു. മാർക്ക് നോക്കി, അപ്പോൾ എനിക്ക് 72 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാർക്കാണ് എനിക്ക് കിട്ടിയത്. കാരണം നേരത്തെയൊക്കെ B2 എക്സാം എഴുതിയപ്പം 60 മാർക്കെങ്കിലും കിട്ടി പാസ്സാകണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മാർക്ക് കിട്ടിയപ്പം എനിക്ക് എൻ്റെ കറക്ഷൻ ക്ലിയർ ചെയ്തിട്ട് എക്സാം എഴുതി. അപ്പോൾ എത്ര മാർക്ക് കിട്ടി, എനിക്ക് 72 മാർക്സ് കിട്ടി. അപ്പം 60 മാർക്കെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പേപ്പർ കൊടുത്തിട്ട് വന്നത്. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു തോട്ടുണ്ട്, ചിലപ്പം ചില സെൻറ്ററുകളിൽ എഴുതിയ ഷ്രൈബൻ കിട്ടത്തില്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എവിടെ എക്സാം എഴുതിയാലും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പാസ്സാവും. പിന്നെ നിങ്ങൾ വിചാരിക്കും എനിക്ക് കണ്ടൻ്റ് ഒന്നുമില്ല, എനിക്കിതൊന്നും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് എനിക്ക് പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ കണ്ടൻറ്റിലല്ല കാര്യം. നമ്മൾ കണ്ടൻറ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കണ്ടൻറ്റ് വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ സ്ട്രക്ചർ വൈസ് കറക്റ്റായിരിക്കണം, ഗ്രമാറ്റിക്കലി കറക്റ്റായിരിക്കണം. ഓക്കെ, വെർബിൻ്റെ പൊസിഷൻ കറക്റ്റായിരിക്കണം. ഏത് വെർബാണോ ഇടുന്നത്, ഏത് സബ്ജക്റ്റിനനുസരിച്ച്, ഇപ്പോൾ ഒരു ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ വേറെ സബ്ജക്റ്റിൻ്റെ കോൺജുഗേഷൻ എഴുതാതെ ആ സെയിം കോൺജുഗേഷൻ തന്നെ എഴുതുക. പിന്നെ ഏതെങ്കിലും കണക്ഷൻ വേർഡ് ചേർത്താണ് എഴുതുന്നതെങ്കിൽ ആ കണക്ഷൻ വേർഡ് കഴിഞ്ഞിട്ട് വെർബാണോ അതോ ആ കണക്ഷൻ വേർഡിൽ വെർബ് ലാസ്റ്റ് പൊസിഷനിലാണോ എന്നൊക്കെ ആലോചിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിച്ചും ആലോചിച്ചും നമ്മൾ എഴുതേണ്ടത്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കോമ, ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ഷ്രൈബൻ പാസ്സാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഷ്രൈബൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പിള്ളേരുണ്ട്. ബാക്കി എല്ലാ എക്സാമും എഴുതാനും ബാക്കി മൊഡ്യൂൾസൊക്കെ എഴുതുന്നത് വളരെ കുറച്ച് പിള്ളേരാണ്. ഷ്രൈബൻ എഴുതാൻ കുറേ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷ്രൈബൻ കിട്ടാത്ത കുട്ടികളോടൊക്കെ പറയാണ്, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഗ്രാമാറ്റിക്, നിങ്ങളുടെ സ്ട്രക്ചർ വൈസ് നോക്കുക. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ്, കോമ, നിങ്ങൾ എഴുതുന്ന നിങ്ങൾ എഴുതുന്ന കണക്ഷൻ വേർഡ്സ്, അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വെർബ് എവിടെയാണ് എഴുതേണ്ടത്, സാറ്റ്സിൻ്റെ അമ്മൻ്റെയിലാണോ അതോ സെക്കൻഡ് പൊസിഷനിലാണോ എഴുതേണ്ടത്, അതുപോലെ തന്നെ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള കറക്റ്റ് വെർബാണോ, കറക്റ്റ് കോൺജുഗേഷൻ ആണോ, ആ സെൻറ്റൻസിന് കറക്റ്റായ വെർബാണോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇത് ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ്, നിങ്ങൾ ഏത് ലെവൽ എക്സാം എഴുതുന്നവരായിരുന്നാലും ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ A1 A2 എക്സാം എഴുതുന്നവരാണെങ്കിൽ 10 മിനിറ്റ്സ് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങളൊരു 2 മിനിറ്റ്സ് എങ്കിലും അതിന് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെൽഫ് കറക്ഷൻ, സെൽഫ് റീഡിങ് അത് ചെയ്തിട്ടേ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ഷ്രൈബൻ എക്സാം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇനി അടുത്ത ഷ്രൈബൻ എഴുതുമ്പം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാകും. സ്ട്രക്ചർ വൈസ് നോക്കുക, ഗ്രാമാറ്റിക് നോക്കുക, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം. റീഡിങ് നല്ലതായിട്ട് ചെയ്തിട്ട് വേണം. സ്ട്രൈക്ക് മാർക്കൊക്കെ ലൈറ്റായിട്ട് വെട്ടാനുള്ളതൊക്കെ ലൈറ്റായിട്ടൊന്ന് വെട്ടുക. ആ കോളത്തിൻ്റെ അകത്ത് തന്നെ എഴുതുക, ചെറുതായിട്ട് എഴുതുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പാരഗ്രാഫ് വൈസ് എഴുതുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷ്രൈബന് ഏത് ലെവൽ ഷ്രൈബനും നിങ്ങൾ പാസ്സാകും, ഉറപ്പാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഷ്രൈബൻ കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് നിങ്ങൾക്കുമൊക്കെ ഈ മിസ്റ്റേക്സ് ആയിരിക്കും പറ്റുന്നത്. കാരണം എല്ലാവർക്കും ഒരു ടോപ്പിക് കിട്ടുമ്പോൾ പോയിൻറ്റ്സ്, കണ്ടൻറ്റൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും, എഴുതാനും പറ്റും. കാരണം നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ എഴുതി പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്ന മിസ്റ്റേക്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ചിലവർ നമ്മൾ എഴുതി കൊടുത്ത പേപ്പർ വായിക്കാതെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ വായിച്ചിട്ട് വേണം, വളരെ ക്ലിയർ ആയിട്ട് വായിക്കണം. നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ടെൻഷനൊന്നും ആകണ്ട, നല്ല കൂളായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് പാസ്സാകും. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്, ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ കുറേ നാൾ ഷ്രൈബൻ കിട്ടാതെ വളരെ ടെൻഷൻ അടിച്ച ഒരാളാണ്. അപ്പം ഇനി എന്ത് ചെയ്യും, എൻ്റെ ഒരു ഡ്രീം കൺട്രിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് വരെ ഞാനിങ്ങനെ ആലോചിച്ച് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടിരുന്ന കുറേ ദിവസങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ഇവിടം വരെ ഓസ്ട്രേലിയ കുഫ്സ്റ്റൈനിൽ വരാൻ കാരണം ഞങ്ങളുടെ ബിൽഡിങ്സ് അക്കാഡമിയാണ്. അതുപോലെ തന്നെ ബിൽഡിങ്സ് അക്കാഡമിയിലെ ഓരോ സ്റ്റാഫുകളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് എക്സാം ഡേറ്റ് എടുത്ത് തരാൻ സപ്പോർട്ട് ചെയ്തു, എടുത്തു തന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. ഓരോ ഇൻ്റർവ്യൂവിലും പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തടുത്ത ഇൻ്റർവ്യൂ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നു. അതുപോലെ തന്നെ എൻ്റെ വിസ പ്രോസസ്സിങ്, ഞങ്ങളുടെ പ്രോസസ്സിങ്, ഞങ്ങളിനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, അടുത്ത ഏത് ഡോക്യുമെൻറ്റ്സാണ്, അതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ ക്ലിയറായിട്ട് ഞങ്ങൾക്ക് അക്കാഡമിയിൽ നിന്ന് ദീപ മാം ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹാംബുർഗിൽ ഇൻഡോകെയർ എന്ന് പറയുന്ന ഒരു കമ്പനി, അവിടെ പ്രവർത്തിക്കുന്ന ഡയറക്ടറായിരിക്കുന്ന ഞങ്ങളുടെ എംപ്ലോയർ ഡെമീർ സാറ് ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്ക് ഞങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങളോട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല, സാരമില്ല, ലേറ്റ് ആവുകയാണെങ്കിൽ നടക്കും. കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് ഓസ്ട്രേലിയയിലോട്ട് വിടുന്നത്. ബാക്കി എല്ലാ ബാച്ചസും ജർമ്മനിയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ജർമ്മനിയിലോട്ട് ഒരുപാട് കുട്ടികളെ അവിടെ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ വന്നത് ഇത് ഫസ്റ്റ് ബാച്ചാണ് ബിൽഡിങ്സ് അക്കാഡമിയുടെ. ഞങ്ങൾ 3 പേരാണ്
വന്നിരിക്കുന്നത്. ഇനിയും അടുത്ത ബാച്ചുകൾ ഓസ്ട്രേലിയയിലോട്ട് വരാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബിൽഡിങ്സ് അക്കാഡമിയിലെ ഓരോ സ്റ്റാഫും വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ എല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഞങ്ങളടുത്ത് എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഓസ്ട്രിയ കുഫ്സ്റ്റൈൻ നമ്മുടെ ഈ ഒരു ഡ്രീം പ്ലേസിലേക്ക്, ഡ്രീം കൺട്രിയിലേക്ക് വരാൻ പറ്റിയത്. അപ്പം എന്നെ കാണുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന, പ്രത്യേകിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും ഷൈബൻ കിട്ടാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങളിത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷൈബൻ റിലേറ്റഡ് ആയിട്ട് ഷൈബൻ ചെയ്യുമോ, ഷൈബൻ്റെ ടോപ്പിക്സ് പറയുമോ, എക്സാമ്പിൾ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോസിൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ നാളിൽ ഞാൻ തിരക്കായിരുന്നു, വീഡിയോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇനി ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് ഷൈബൻ പാസ്സാകുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഞാനത് സൗകര്യം പോലെ പെട്ടെന്ന് തന്നെ അതിന് നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പീക്കിംഗ്, സ്പ്രഹനെക്കുറിച്ചും കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. കാരണം ഞാൻ ഇത്രയും നാളും ഇടാത്തത് ചിലപ്പോൾ അത്രയും എഫക്റ്റീവ് ആവത്തില്ല വീഡിയോ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എൻ്റെ വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും അതിന് മനസ്സിലാവണം, എന്തെങ്കിലും അതിന് കിട്ടണം, അതിനെന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യം വേണം എനിക്ക് ഷെയർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. ഇനി ഞാൻ അത് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പഠിച്ച മെത്തേഡ്, അതുപോലെ തന്നെ B2 ഷൈബനെ കുറിച്ച് ഞാൻ എഴുതിയ നോട്ട്സുകൾ, എങ്ങനെയാണ് പോയിൻ്റ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്, നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഒത്തിരി ലോങ് ആയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ B1 ഷൈബനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. B2 ഷൈബൻ, B1 ഷൈബൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എക്സാമ്പിളെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ B2 ഷൈബനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ B2 ഷൈബൻ ട്രിവാൻഡ്രത്ത് ഡേറ്റ് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. റിസൾട്ട് വന്നില്ല. അപ്പം എന്താകുമെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും പാസ്സായാലും ഫെയിലായാലും എനിക്കങ്ങനെ വിഷമമൊന്നും ഇനി വരുത്തില്ല. കാരണം ഞാൻ എൻ്റെ ആഗ്രഹിച്ച പ്ലേസിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് അതിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നാലും ഇപ്പോൾ അഥവാ ഫെയിലായിപ്പോയാലും ഞാൻ ഇനി എൻ്റെ എക്സാം ഇവിടെ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഇനിയും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഞാനും ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജിനെ കുറിച്ച് എന്തെങ്കിലും, ഷൈബനെ കുറിച്ചോ സ്പീക്കിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നോട്ട്സോ വെർബോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻ്റ് ഇടുക, ഞാൻ അത് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.